പർവ്വതങ്ങളുടെ പ്രിയങ്കരൻ പ്രൊഫസർ ഗംഭീർ സിംഗ് യോൺസോൺ, പത്മശ്രീ 2026. ഗിരിനിരകളുടെ നാട്ടിൽ നിന്നും ആദ്യമായി ലോക ശ്രദ്ധ നേടിയ വിദ്യാഭ്യാസ വിദഗ്ധനും പണ്ഡിതനുമായ 86 വയസ്സുകാരനായ വ്യക്തി. ഞാൻ ജനിച്ചത് കാലിംപോങ്ങിലെ സാങ്കെ എന്ന ചെറു ഗ്രാമത്തിലായിരുന്നു. ആ കാലത്ത് യാത്രയ്ക്കും ആശയവിനിമയത്തിനും ആധുനിക സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. അതൊരു അനുഗ്രഹമായി. കാരണം പ്രകൃതിയുടെ വാത്സല്യം അറിഞ്ഞു വളരാൻ എനിക്ക് സാധിച്ചു. ആധുനിക വിദ്യാഭ്യാസം, ബിരുദം എന്നിവയിലൂടെ മക്കളെ ഉന്നതിയിലെത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ സ്വപ്നം. വീട് വിട്ട് MSc ബോട്ടണി പഠനത്തിനായി നോർത്ത് ബംഗാൾ സർവകലാശാലയിലേക്കും പിന്നീട് അതേ വിഷയത്തിൽ PhDക്കായി കൊൽക്കത്ത സർവകലാശാലയിലേക്കും ഞാൻ പോയി. പ്രദേശത്ത് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനായി 1962 മുതൽ 1964 വരെ ഡാർജിലിംഗ് ഗവൺമെന്റ് കോളേജിൽ ബയോളജിക്കൽ സയൻസിൽ MSc PhD കോഴ്സുകൾ ആരംഭിക്കാൻ അദ്ദേഹം സഹായിച്ചു. വിദ്യാഭ്യാസത്തിൽ മാറ്റം അനിവാര്യമാണെന്ന് USA സന്ദർശനത്തിനിടെ ഞാൻ മനസ്സിലാക്കി. ജനങ്ങളുടെ സ്വദേശങ്ങൾക്ക് ഗുണകരമാകുന്ന വിദ്യാഭ്യാസം നൽകാൻ ഞാൻ ആഗ്രഹിച്ചു. ഡാർജിലിംഗ് മലനിരകളിൽ ഞാൻ ആരംഭിച്ച വനസംരക്ഷണ പ്രസ്ഥാനത്തിൽ വെച്ച് ഹിമാലയത്തെ സംരക്ഷിക്കുന്നത് ഭാരതത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ടായിരുന്നു. ഭാരത സർക്കാരിന് ഞങ്ങൾ അപേക്ഷ നൽകുകയും അതേ തുടർന്ന് കിഴക്കൻ ഹിമാലയ മേഖലയിലെ 2 ദേശീയോദ്യാനങ്ങളായ സിംഗലില നാഷണൽ പാർക്കും നെയോറ വാലി നാഷണൽ പാർക്കും ബയോസ്ഫിയർ റിസർവുകളായി പ്രഖ്യാപിക്കപ്പെട്ടതിലൂടെ ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു. 1985 അദ്ദേഹത്തിന്റെ പിതാവ് സംഗേപോം കാലിംപോങ്ങിലെ ഭൂമി ഗ്രാമത്തിന്റെ ആദ്യ പ്രൈമറി സ്കൂളിനായി നൽകി. 2014 സ്കൂൾ ഹയർ സെക്കൻഡറിയായി വികസിപ്പിച്ച് അമ്മയുടെ പേരിൽ ചന്ദ്രമായ എന്ന് നാമകരണം ചെയ്തു. എനിക്കിപ്പോൾ ഒരു വേദനയുള്ളത് എന്തെന്നാൽ എന്റെ മാതാപിതാക്കളെയും ചില സഹോദരങ്ങളെയും ഞാൻ ഓർത്തുപോകുന്നു. ഇന്ന് ഈ നേട്ടം കാണാൻ അവർ എന്നോടൊപ്പം ഇല്ലല്ലോ. പുസ്തകങ്ങളാണ് എന്റെ ഏറ്റവും വലിയ പ്രചോദനം. എനിക്കെപ്പോഴും പുതിയ തിരിച്ചറിവുകളും പുതിയ വിവരങ്ങളും കൂടുതൽ വിജ്ഞാനവും പുസ്തകങ്ങൾ നൽകാറുണ്ട്. ഭാര്യയും കുടുംബാംഗങ്ങളും എനിക്ക് പ്രചോദനമേകാറുണ്ട്. കാലിംപോങ്ങിലെ അദ്ദേഹത്തിന്റെ ടിംബർ എക്കണോമിക്സ് മോഡൽ പ്രകൃതി സൗഹൃദവും സ്ഥിരതയുള്ളതുമായ തൊഴിൽ സാധ്യതകൾക്ക് വഴി തുറന്നു. ആശയങ്ങളെ നിർമ്മിതികളാക്കാൻ പ്രാവീണ്യമുള്ള അദ്ദേഹം ശാസ്ത്രാധിഷ്ഠിത വിദ്യാഭ്യാസം വളർത്താൻ 1981 ഹിമാലയൻ സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന് തുടക്കമിട്ടു. ചുറ്റുമുള്ള ഈ മരങ്ങളും പ്രകൃതിയും എല്ലാം പ്രൊഫസർ GS യോൺസോണിന്റെ സംഭാവനയാണ്. പ്രൊഫസർ യോൺസോൺ രാത്രി 12 വരെ പഠിച്ച ശേഷം 3 മണിക്കൂർ വിശ്രമിക്കുമായിരുന്നു. തുടർന്ന് 3 മണിക്കൂർ യാത്ര ചെയ്ത് കാലിംപോങ്ങിലെ സ്കൂളിലെത്തി പഠനം തുടരുമായിരുന്നു. എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടാവുന്നത് കുട്ടികൾ പ്രകൃതിയിൽ നിന്ന് പഠിക്കുകയും സ്വന്തം പരിസ്ഥിതിയെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നത് കാണുമ്പോഴാണ്. ഞാൻ അവരോട് പറയാറുള്ളത്, ആരും കൂടെ ഇല്ലെങ്കിലും യാത്ര നിർത്തരുത്, മുന്നോട്ട് പോവുക. ഒറ്റയ്ക്ക് മുന്നോട്ട് നീങ്ങൂ, ഒറ്റയ്ക്ക് മുന്നോട്ട് നീങ്ങൂ. പ്രൊഫസർ ഗംഭീർ സിംഗ് യോൺസോൺ, പത്മശ്രീ 2026. കോടി കോടി നമസ്കാരം.